ഞാൻ സിന്ധു സതീശ്. അതിഥി ദേവോ ഭവ, ഇത് നമ്മുടെ ഭാരതീയ സംസ്കാരമാണ്. നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ നമ്മളവരെ സ്നേഹപൂർവ്വം വീടിനുള്ളിലേക്ക് ആനയിക്കും, വിളിച്ചു കൊടുക്കും അല്ലേ. പിന്നെ അവർക്ക് ഇഷ്ടമുള്ളത് എന്താണോ ഏറ്റവും നല്ല രുചികരമായിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും നമ്മൾ അതിഥികൾക്ക്. കൂടാതെ അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ടും സംസാരിക്കും. അത് നമ്മളെ വീട്ടിലേക്ക് വരുന്ന അതിഥിക്ക് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റാണ്, ബഹുമാനമാണ്, സ്നേഹമാണ്. ഇതൊക്കെ കാലാകാലങ്ങളായിട്ട് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ, അല്ലെങ്കിൽ നമ്മൾ കേരളം നമ്മുടെ കേരളത്തിലൊക്കെ നടന്നു വരുന്ന സർവ്വസാധാരണമായ കാര്യമാണ് അല്ലേ. ഇപ്പോൾ വീട്ടിലേക്ക് വിരുന്ന് വന്ന ആൾക്കാർ, അതിഥിയായിട്ട് എത്തിയ ആൾക്കാർ 2 ദിവസം നമ്മുടെ വീട്ടിൽ താമസിക്കണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നമ്മൾ നിർബന്ധിച്ചു കഴിഞ്ഞാൽ അവർ താമസിക്കാൻ സമ്മതിക്കുകയാണെങ്കിൽ നമ്മൾ 2 ദിവസം നമ്മുടെ വീട്ടിൽ താമസിപ്പിക്കും. അതും സർവ്വസാധാരണമാണ്. പക്ഷേ ആ 2 ദിവസം കഴിഞ്ഞാൽ അതിഥി തിരിച്ചു പോകണം, എങ്കിൽ മാത്രമേ അവർക്ക് ആ റെസ്പെക്റ്റ് കിട്ടും, അവർക്ക് ആ സ്നേഹം കിട്ടും. ഒരുപാട് നാൾ അതിഥിയായിട്ട് വന്നിട്ട് ഒരുപാട് നാൾ നമ്മുടെ വീട്ടിൽ താമസിച്ചു എന്താവും, നമുക്ക് ഒരു ഈർഷ്യ തോന്നും. ഇവരെന്താ വന്നിട്ട് ഇതുവരെ പോകാത്തത്, അങ്ങനെ ഒരു ചിന്ത നമുക്ക് വരും. അതും ഒരു സർവ്വസാധാരണമാണ്. പക്ഷെ നമ്മളെ വീടിൻ്റെ പറമ്പത്ത് പണിയെടുക്കാൻ വേണ്ടി വരുന്ന ഒരാളെ നമ്മൾ അതിഥിയായിട്ടല്ല, പണിക്കാരനായിട്ടാണ് സ്വീകരിക്കുക അല്ലേ. ഈ പറമ്പിൽ പണിയെടുക്കേണ്ടി വരുന്ന ആളെ നമ്മൾ ഒരിക്കലും വിളിച്ച് വീടിനകത്തേക്ക് കയറ്റി അതിഥിയായിട്ട് സൽക്കരിക്കാറില്ല. അങ്ങനെ ചെയ്യാറില്ല. നിങ്ങൾ ആരെങ്കിലും ചെയ്യാറുണ്ടോ? ഇല്ല. പുറം പണിക്ക് വരുന്നവൻ അതിഥിയല്ല, അവർ പണിയെടുക്കാൻ വേണ്ടി വന്നവനാണ്, പണിക്കാരനാണ്. ആ രീതിയിൽ നമ്മൾ അവരെ കാണണം, അങ്ങനെ കാണാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ വലിച്ചു വരുന്ന ആപത്ത് വളരെ വലുതായിരിക്കും. പണിയെടുക്കാണ്ട് വരുന്നവൻ്റെ സ്ഥാനം പുറത്തു തന്നെയായിരിക്കണം. അത് ഒരു ഗൃഹനാഥൻ എടുക്കുന്ന നിലപാടാണ്. അത് ആ ഗൃഹനാഥനും അതുപോലെ തന്നെ വീട്ടിലെ മറ്റുള്ളവർക്കും എടുക്കുന്ന ഒരു കരുതലാണ്, സുരക്ഷയാണ്. ഇതായിരിക്കും ഒരു ഗൃഹനാഥൻ്റെ നിലപാടും. ഞാൻ ഇത്രയൊക്കെ പറയാൻ കാരണം 2 ദിവസം മുന്നേ കോഴിക്കോട് നടന്നൊരു സംഭവമുണ്ട്. ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന ഒരു 14കാരി, ട്യൂഷൻ കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് കുട്ടികൾ അവരുടെ വീട്ടിലേക്ക് പോകും. ആ 14കാരിയെ 2 പേര് ചേർന്ന് ആളില്ലാത്ത സ്ഥലത്തേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ്. അതായത് ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുന്ന പെൺകുട്ടിയെ, 14 വയസ്സുള്ള പെൺകുട്ടിയെ, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് 2 പേർ ചേർന്ന് വലിച്ചു കൊണ്ടുപോവുകയാണ് ബലാത്സംഗം ചെയ്യാൻ വേണ്ടി. പക്ഷെ ആ കുഞ്ഞിൻ്റെ ഭാഗ്യമാണോ അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ രക്ഷിതാക്കളുടെ ഭാഗ്യമാണോ എന്നറിയില്ല, ആ പെൺകുട്ടി ഈ 2 ആൾക്കാരിൽ നിന്നും കുതറി ഓടി രക്ഷപ്പെട്ടു. ആ കുട്ടി അങ്ങനെ കുതറി ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് ആ കുട്ടിക്ക് മാനവും ജീവനും തിരിച്ചു കിട്ടി. ഇല്ലെങ്കിൽ ഓർത്ത് നോക്കൂ, നമ്മുടെ കേരളം വീണ്ടും പ്രായപൂർത്തിയാത്ത ഒരു കുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തുന്ന വാർത്ത നമ്മൾ കാണേണ്ടി വന്നതാണ്. ഈ ഒരു സംഭവത്തെ തുടർന്ന് കുട്ടിയുടെ മാതാപിതാക്കൾ, രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകുകയും പോലീസ് ഉടൻ തന്നെ 70ഓളം CCTV ക്യാമറകൾ പരിശോധിക്കുകയും ചെയ്തു. ഒടുവിൽ ഈ സംഭവ സ്ഥലത്ത് വെച്ചിട്ട് ഒരു ചെരുപ്പ് കിട്ടുകയാണ്. ആ ചെരുപ്പിൽ സിമെൻറ്റിൻ്റെ പൊടി, അതായത് ഈ സിമെൻറ്റ് പറ്റിയതുകൊണ്ട് പോലീസുകാർക്ക് സംശയമായി ഇത് അന്യസംസ്ഥാന തൊഴിലാളികളാണ്. പോലീസുകാരുടെ സംശയം വെറുതെ ആയില്ല. അവർ സംശയിച്ചതുപോലെ തന്നെയാണ് സംഭവങ്ങൾ നടന്നത്. അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ കേരളത്തിൽ വന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ അതിക്രമിച്ച് പിടിച്ചു വലിച്ച് ആളില്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് പീഡിപ്പിക്കാനുള്ള ശ്രമമുണ്ടായി അവർക്ക്. അതിനുള്ള ധൈര്യം ഉണ്ടായി. ഇവിടെയാണ് നാം മലയാളികൾ ഓരോരുത്തരും ഭയക്കേണ്ടത്. പോലീസിൻ്റെ തക്ക സമയത്തുള്ള ആ ഒരു ഇടപെടൽ, അതായത് അന്വേഷണത്തിൽ കോഴിക്കോടിലെ കസബ പോലീസ് സ്റ്റേഷനത്തെ പോലീസുകാർ നടത്തിയ ആ ഒരു അഭിനന്ദനാർഹമായ ഇടപെടൽ, പരിശോധനയിൽ അതിഥി തൊഴിലാളികളായ ഫൈസൽ അൻവറിനെയും അതുപോലെ തന്നെ ഹിമാൻ അലിയെയും പിടികൂടി. ഈ പിടികൂടിയ പ്രതികൾക്ക് നേരെ പോക്സോ കേസും അതുപോലെ തന്നെ തട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആ പെൺകുട്ടി ഉചിതമായ രീതിയിൽ പ്രതികരിച്ചതുകൊണ്ടാണ് ഇന്ന് നമുക്ക് സന്തോഷത്തോടെ ഈ ഒരു കാര്യം ചർച്ച ചെയ്യാണ്ട് പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ രീതിയിലായിരിക്കില്ല ഈ ചർച്ചകളൊക്കെ നടക്കുന്നത്. പക്ഷേ കേരളത്തിൽ ഇതൊരു ചർച്ചയായിട്ടില്ല, ഒരു വിഷയമേ ആയിട്ടില്ല. എന്തുകൊണ്ടെന്നറിയോ? ഈ ഒരു സംഭവം നടന്നത് ഉത്തരേന്ത്യയിലല്ല, ഇര മുസ്ലിമല്ല, വേട്ടക്കാരൻ ഹിന്ദുക്കളുമല്ല. അതുകൊണ്ടാണ് കേരളത്തിൽ ഇത് ചർച്ച ചെയ്യാതെ പോകുന്നത്. 2 ദിവസം മുന്നേ നടന്ന മറ്റൊരു കേസ്, തലശ്ശേരിയിൽ റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി ഇറങ്ങി ഇടവഴിയിലൂടെ, അതായത് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ വേണ്ടി ഇടവഴിയിലൂടെ പോയ ഗർഭിണിയായ ഒരു സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മാധ്യമങ്ങൾ ഇത് ചർച്ചയാക്കിയിട്ടൊന്നുമില്ല, കാരണം ഇത് ഉത്തരേന്ത്യയിലല്ലല്ലോ. പിന്നെ പ്രതികളാണെങ്കിൽ ഹിന്ദുക്കളല്ല, ഇര മുസ്ലിമല്ല. അതുകൊണ്ട് കേരളത്തിൽ ഇതൊരു ചർച്ചാ വിഷയമാക്കേണ്ട കാര്യമേ ഇല്ല. ഉത്തരേന്ത്യയിലാണെങ്കിൽ മാത്രമേ ഒരു ചർച്ചാ വിഷയമാക്കൂ.
അതിൽ പ്രതി ഹിന്ദുക്കളായിരിക്കണം, ഇരകൾ മുസ്ലിങ്ങളായിരിക്കണം. ഇവരുടെയൊക്കെ കാഴ്ചപ്പാടിൽ ഹിന്ദുക്കൾ എന്നും വേട്ടയാടപ്പെടേണ്ട, അതായത് ജിഹാദികളെ, മുസ്ലിം തീവ്രവാദികളിൽ വേട്ടയാടപ്പെടേണ്ട മാൻപേടകളെ പോലെയാണ്. അവർ പ്രതികരിച്ചു കഴിഞ്ഞാൽ വർഗീയവാദിയാണ്. പിന്നെ എൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ സർക്കാരിനോടാണ്. ഈ പണിക്ക് വരുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ എങ്ങനെയാണ് നമുക്ക് അതിഥികളാവുന്നത്? അവർ പണിയെടുത്ത് കഴിഞ്ഞ് പണി പൂർത്തീകരിച്ചാൽ തിരിച്ചു പോകേണ്ടവരാണ്. അവരൊരിക്കലും അതിഥികളല്ല, അന്യ സംസ്ഥാന തൊഴിലാളികളാണ്. അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്ന് നമ്മൾ തറപ്പിച്ച് പറയണം. അവരെ അങ്ങനെ വിളിക്കണം, അങ്ങനെ വിളിക്കാൻ പഠിക്കണം. ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ വന്നിട്ട് ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നത് ആദ്യമായിട്ടൊന്നല്ല. ഇതിനു മുന്നേയും ഒരു ചെറിയ ബാലികയെ, ചെറിയ കുട്ടീനെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എത്രയോ കുടുംബങ്ങൾ അരുംകൊല ചെയ്തിട്ടുണ്ട് ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ നമ്മൾ എന്തിനാണ് അതിഥികളെ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നത്? അവർ അന്യ സംസ്ഥാന തൊഴിലാളികളാണ്, അവരെ അങ്ങനെ തന്നെ വിളിക്കണം. അതാണ് ചെയ്യേണ്ടത്. ഇവരൊക്കെ ചെയ്യുന്നത് ഒന്നുകിൽ മോഷണത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ പീഡനത്തിൻ്റെ പേരിലാണ് ഇവരൊക്കെ, ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലെ ജനങ്ങളെ, പൊതുജനങ്ങളെ കൊലക്കിരയാക്കുന്നത്. ഇനിയും നമ്മളിത് കണ്ടില്ല എന്ന് നടിച്ചുകൂടാ. ഓരോ ആൾക്കാരും പ്രതികരിക്കുക തന്നെ ചെയ്യണം. അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു ആപത്ത് നമ്മൾ ഇനിയും കാത്തിരിക്കേണ്ടി വരും. അല്ലെങ്കിൽ ആപത്ത് ഇരുന്ന് വാങ്ങേണ്ടി വരും ഈ അന്യസംസ്ഥാന തൊഴിലാളികളിൽ നിന്ന്. ഈ ട്യൂഷൻ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്ന 14 വയസ്സുകാരി, ആ കുട്ടിയുടെ മനോബലം കൊണ്ടാണ് ആ കുട്ടി രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഇന്നത്തെ ചിത്രം നോക്കും, കേരള സമൂഹത്തിൻ്റെ ലൈവ് ഷോ, കുട്ടിയുടെ മാതാപിതാക്കളുടെ ബൈറ്റ് എടുക്കും, അവരുടെ വിഷമത്തിൻ്റെ ആഴം എത്രത്തോളമാണെന്ന് അളക്കും. ശരിക്കും നിങ്ങളെന്നെ വർഗീയവാദി എന്ന് വിളിച്ചാൽ എനിക്കതൊരു വിഷയമൊന്നുമല്ല. കാരണം നാളിന്നേ വരേക്കും ഈ അന്യ സംസ്ഥാന തൊഴിലാളികളാൽ ആക്രമിക്കപ്പെട്ടത് ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളാണ്. ഒരു മുസ്ലിങ്ങളെയും ഒരു മുസ്ലിം കുടുംബത്തെയും ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ തൊട്ടിട്ടില്ല, അല്ലെങ്കിൽ ആക്രമിച്ചിട്ടില്ല. ശ്രദ്ധിച്ചിരുന്നു നമ്മൾ? അവരെന്നും ഇരയാക്കുന്നത് ഹിന്ദു കുടുംബങ്ങളെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ കുടുംബങ്ങളെ. അതിന് കാരണം ഒന്നേ ഉള്ളൂ, മുസ്ലിം കുടുംബങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ അവരെ ഇവിടുത്തെ നിയമവ്യവസ്ഥയോ അല്ലെങ്കിൽ നിയമവാഴ്ചയോ നോക്കുന്നില്ല. അവരുടെ കുടുംബത്തിന് തൊട്ട് കഴിഞ്ഞാൽ അവർ നന്നായിട്ട് പ്രതികരിക്കും. ആ ഒരു പ്രതികരണം തന്നെയാണ് വേണ്ടത്. കാരണം ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അവരെ ആജീവനാന്തം ജയിലിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ നികുതി പണം എടുത്തിട്ട് തീറ്റി പോറ്റുന്നതിനേക്കാൾ നല്ലത് നമ്മൾ പ്രതികരിക്കുക തന്നെ ചെയ്യണം. ഗോവിന്ദചാമിയെ കാണുന്നില്ലേ? പോകുമ്പോൾ ശരിക്കും ഒരു എന്താ പറയുക, മെലിഞ്ഞുണങ്ങിയൊരു വ്യക്തിയാണ് ഉണ്ടായത്. ഇപ്പോൾ ഗോവിന്ദചാമിയൊക്കെ കാണുമ്പോഴും കുഞ്ചാക്കോ ബോബനൊക്കെ സ്റ്റൈലാണ്. അതുപോലെ തന്നെ അമീറുൽ ഇസ്ലാം കണ്ടില്ലേ? പോകുമ്പോൾ എന്തൊരു കോലം ഉണ്ടായത്, ഇപ്പോൾ കാണാൻ എന്തൊരു ഭംഗിയാണ്. സിനിമ നടൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തീറ്റിപ്പോറ്റേണ്ട ആവശ്യമില്ല. ഇത്തരത്തിലുള്ള കുറ്റകൃത്യം ചെയ്യുമ്പോൾ പ്രതികരിക്കുക തന്നെ ചെയ്യണം, അതാരായാലും. പിന്നെ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ വന്നിട്ട് ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങളും കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്നത് കേരളത്തിൽ എന്ത് ചെയ്താലും ആരും ഒന്നും ചോദിക്കാനും പറയാനുമില്ല, ആരും ഒന്നും ചോദിക്കുകയും പറയുകയും ചെയ്യില്ല. ആ ഒരു ധാരണ അവർക്ക് വന്നു കഴിഞ്ഞു. ഇനി അത് തിരുത്താനൊന്നും ആർക്കും പറ്റില്ല. കാരണം നമ്മുടെ കേരള സമൂഹം അല്ലെങ്കിൽ നമ്മുടെ കേരള പ്രദേശം അത്രയേറെ അന്യസംസ്ഥാന തൊഴിലാളികൾ കൈയടക്കി കഴിഞ്ഞു. ഇനി ഇവരിൽ നിന്ന് കേരള സമൂഹം എങ്ങനെ രക്ഷ നേടുമെന്നുള്ളതാണ് കാണേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് അടുത്തിടെ 2 കേസുകളാണ് വന്നിരിക്കുന്നത്. ഒന്ന് കോഴിക്കോട് നടന്ന ഈ പെൺകുട്ടിയോട് കാണിച്ച അതിക്രമം, രണ്ടാമത് തലശ്ശേരി നടന്നത്. തലശ്ശേരി നടന്നതിൻ്റെ പ്രതികൾ ഒന്ന് മുഴപ്പിലങ്ങാട് ശ്രീജ ഹൗസ് പ്രജിത്ത് എന്ന് പറഞ്ഞ ഒരു മലയാളിയും, ലജ്ജ തോന്നും, ഒരു മലയാളിയും കൂടി കൂടിയിട്ടാണ് ഇത് ചെയ്തതെന്ന് പറയുമ്പോൾ. പിന്നെ ബീഹാർ സ്വദേശികളെ ആസിഫ് സഹാബുൽ ഹാലി എന്ന് പറഞ്ഞ് 2 മുസ്ലിം തീവ്രവാദികളോട് ചേർന്നാണ്. ഇതിൽ തീവ്രവാദമോ ജിഹാദി എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ മലയാളിയും കൂടെ ചേർന്നിട്ടാണ് ആ ഒരു ഗർഭിണിയായ സ്ത്രീയെ ബലാത്സംഗം ചെയ്തത്. എന്തൊരു നീച കൃത്യമാണ്, ഇതൊരു നീചമായ വ്യവസ്ഥയാണല്ലേ. ഇവിടെ ആർക്കാണ് സുരക്ഷ? എവിടെയാണ് സുരക്ഷ? വീടിനകത്തുള്ള കുട്ടി അച്ഛനാൽ പീഡിപ്പിക്കപ്പെട്ട് ഗർഭിണിയാവുകയാണ്, അതും പ്രായപൂർത്തിയായ ഒരു കുട്ടി. എന്തൊരു ഗതികേടാണ്. നമ്മുടെ വീടിനുള്ളിൽ പോലും നമുക്ക് സുരക്ഷയില്ല, പിന്നെയല്ലേ പുറത്ത് പൊതുസമൂഹത്തിലല്ലേ. ഇതിനൊക്കെ ഒരു അറുതി വരുത്തണം, ഇതിനൊക്കെ ഒരു നിയന്ത്രണമാണ്. അതിന് സർക്കാർ സംവിധാനം തന്നെയാണ് മുൻകൈ എടുക്കേണ്ടത്. അതിനേക്കാൾ ഉപരി നമ്മുടെ പൊതുസമൂഹത്തിലെ പൊതുജനങ്ങൾ കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി. ഇല്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള ഹീനകൃത്യങ്ങളുടെ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കേണ്ടി വരും. എന്തെല്ലാം മുസ്ലിം ജിഹാദികളിൽ നിന്ന് രക്ഷ നേടിയ പെൺകുട്ടിക്ക് 1000 ആശംസകൾ, അഭിനന്ദനങ്ങൾ. ഇനി ഒരിക്കലും ഒരു പെൺകുട്ടിക്കും ഒരു സ്ത്രീക്കും ഇതുപോലുള്ള അവസ്ഥകൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം, അല്ലേ? സർക്കാർ തോൽക്കുന്നവർക്ക്, സർക്കാർ സംവിധാനങ്ങൾ തോൽക്കുന്നവർക്ക് നമുക്ക് പിന്നെ വേറെ ആരാണ്? ദൈവമല്ലാതെ അവരോട് പ്രാർത്ഥിക്കാം. അത്ര നല്ലൊരു വീഡിയോ